എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് 3n. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് n സ്ക്വയർ പ്ലസ് 3n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുണ്ട്. വാട്ട് ഈസ് എ സം ഓഫ് ദി 15 ടേംസ്? ഫസ്റ്റ് 15 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫൈൻഡ് ദി 8th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ 8ാമത്തെ ടേം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? സം അല്ല തന്നിരിക്കുന്നത്, n ടേംസിന്റെ സം, അതായത് SN ആണ് തന്നിരിക്കുന്നത്. ഏതാണ്? n സ്ക്വയർ പ്ലസ് 3n എന്നാണ് തന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. അതായത് S1 ഇല്ലേ, എന്നിന് 1 കൊടുക്കുമ്പോൾ S1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അതായത് ഫസ്റ്റ് ടേം S1, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ X1 എന്ന് പറയാമല്ലേ. ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ആദ്യത്തെ 2 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാമല്ലോ. അതായത് S2 ഇല്ലേ, എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എത്രയാണ്? S2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതായത് ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ് നമുക്ക് 10 എന്ന് കിട്ടിയത്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? X1 പ്ലസ് X2 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? 10 എന്ന് കിട്ടിയത് അല്ലേ. അപ്പൊ X1 നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു 4 ആണ്, പ്ലസ് X2 ഈസ് ഈക്വൽ ടു 10 എന്ന് വന്നു. അങ്ങനെ ആവുകയാണെങ്കിൽ രണ്ടാമത്തെ പദം X2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. X2 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? 10 മൈനസ് 4 വരും. അതായത് X2 ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ X2 6 കിട്ടി, X1 നമുക്ക് ഇവിടെ 4 കിട്ടി. ആദ്യത്തെ 2 പദം കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് എത്ര വരും? D ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിരിക്കുന്ന 6 ആണ്, ഫസ്റ്റ് ടേം 4 ആണ് അല്ലേ. ഫസ്റ്റ് ടേം കണ്ടില്ലേ, ഇവിടെ 4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്രയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എത്ര വരും? 2 വരും. അപ്പൊ ആദ്യത്തെ സെക്ഷൻ, അതായത് എ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു, കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്? ആദ്യത്തെ 15 ടേമുകളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു X1 പ്ലസ് XN അല്ലേ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ 15 ടേമാണ്, അതായത് n ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ. n എന്ന് പറഞ്ഞിരിക്കുന്ന 15 തന്നിട്ടുണ്ട്. അപ്പം XN കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇച്ചിരി എളുപ്പത്തിലൊരു മാർഗം, ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് സം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? S ഈസ് ഈക്വൽ ടു PN സ്ക്വയർ പ്ലസ് QN. ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് ദി n ടേംസ് S ഈസ് ഈക്വൽ ടു PN സ്ക്വയർ പ്ലസ് QN എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, സം ഓഫ് n ടേംസ് ഉണ്ടല്ലോ, ഇതിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതായത് ഇവിടെ നോക്കിയേ, n സ്ക്വയർ ഇവിടെ, n സ്ക്വയർ ഇവിടെ ഉണ്ട്. ദെൻ n സ്ക്വയറിന്റെ സൈഡിലുള്ള ആ നമ്പർ ഉണ്ടല്ലോ, ന്യൂമറിക്കൽ, അതാണ് ഈ P എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ n ഉണ്ടല്ലോ, പ്ലസ് ഇതുണ്ടല്ലോ, ഈ n പ്ലസ് 3n ഉണ്ടാവും. അവിടെ എന്നിന്റെ സൈഡിൽ കിടക്കുന്ന ആ നമ്പർ ആണ് ഇവിടുത്തെ Q എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം Pയും Q എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പേഴ്സ് ആണ്, ന്യൂമറിക്കൽസ് ആണ്. അപ്പം നമുക്കറിയാം സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? സം ഓഫ് n ടേംസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് സം ഓഫ് 15 ടേംസ്, 15 ടേമിന്റെ തുക നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് PN സ്ക്വയർ പ്ലസ് QN ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇല്ലേ. അപ്പൊ സം ഓഫ് 15 ടേംസ് എന്ന് പറയുമ്പോൾ പിയുടെ സ്ഥാനത്ത് സം ഓഫ് എത്രയാണ്? n ടേംസിന്റെ തന്നിട്ടുണ്ട്. n സ്ക്വയർ എന്നല്ല തന്നിരിക്കുന്നത്. അവിടെ പിയുടെ സ്ഥാനത്ത് എത്രയാണ്? ഒന്നുമില്ല. അപ്പൊ നമുക്ക് 1 എന്ന് കൊടുക്കാം. ദെൻ n എത്രയാണ്? 15 അല്ലേ. അപ്പൊ 15 സ്ക്വയർ പ്ലസ് ക്യൂവിന്റെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? ഇവിടെ 3 അല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് 3 എന്ന് കൊടുക്കാം. 3 ഇൻറ്റു n എത്രയാണ്? 50. ക്ലിയർ ആയാലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടും കണ്ടുപിടിച്ചാലും മതി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് എത്ര വരും? 1 ഇൻറ്റു 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 ആണ് ഇവിടെ വരുന്നത്. പ്ലസ് 15 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 45 വരും അല്ലേ. 45 ഇവിടെ വരും. ദെൻ ആൻസർ ഇവിടെ എത്രയാണ് വരുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുക. 225 പ്ലസ് 45 എന്ന് പറയുമ്പോൾ 270 വരും. അതായത് സം ഓഫ് 15 അല്ലേ, 15 പദങ്ങളുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ് നമുക്ക് ഇവിടെ കിട്ടും 270. ഇതേ ഇക്വേഷൻ കേട്ടോ, SN ഈസിക്കൽ ടു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് കിട്ടും. ഈ XN ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. XN എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ ഇതിൽ അപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
മനസ്സിലായല്ലോ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി എന്താണ് സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി 8th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ 8ാം പദം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. x8 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് xn ഈ ഇക്വേഷൻ ഉപയോഗിക്കില്ല? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. 8ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ d നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടിയായിരുന്നു അല്ലെ? 2 ഇൻറ്റു n 8 ആണ് പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 എന്ന് കിട്ടി. 4 മൈനസ് 2 ഇല്ലേ? അപ്പൊ എത്ര വരും? 16 പ്ലസ് ഇത് എത്ര വരും? 2 വരും ഇല്ലേ? അപ്പൊ 16 രണ്ടും 18. അപ്പം 8ാമത്തെ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 18 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലായിരുന്നു x8 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിൽ നിന്ന് ഇങ്ങനെ ചെയ്യാലോ. x1 അല്ലേ? x1 പ്ലസ് 7d. ഈ ഒരു രീതിയിലും ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. നമുക്ക് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്താലും മതി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of first 9 terms of an arithmetic sequence is 144 and the sum of next 6 terms is 231. അതായത് ഒരു സമാന്തര ശ്രേണി ഉണ്ട്. അതിൽ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 144 പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അടുത്ത് വരുന്ന the sum of next 6 term, അത് കഴിഞ്ഞിട്ട് വരുന്ന 6 പദങ്ങളുടെ തുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന 6 പദങ്ങളുടെ തുക, ആദ്യത്തെ 6 അത് കഴിഞ്ഞിട്ട് വരുന്ന 6 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 231 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 9 കഴിഞ്ഞിട്ട് വരുന്ന 6 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 231 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വാട്ട് ഈസ് ദ 5th ടേം ഓഫ് ദ സീക്വൻസ്? ശ്രേണിയുടെ 5ാം പദം എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 5th ടേം കണ്ടുപിടിക്കണം. ആദ്യത്തെ എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് 5th ടേം ആണ്. അവിടെ ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ 9 പദങ്ങളിലാണ് 144 എന്ന് പറഞ്ഞിരിക്കുന്നത്. 9 പദങ്ങളാകുമ്പോൾ നോക്കിയേ, ഈ 5th ടേം എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം ആയിട്ട് വരികയല്ലേ 9 പദം. ആലോചിച്ച് നോക്കുക, 9 പദമുണ്ട്. അതിലെ 5th ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. അപ്പൊ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാമല്ലോ. മിഡിൽ ടേം എന്ന് പറയുന്നത് x5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. സമ്മ് തന്നിട്ടുണ്ട് ഇല്ലേ? 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 144 ആണ്. അതിലെ 9 പദങ്ങളിലെ 5ാമത്തെ പദമാണ് മിഡിൽ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാണ്? 9 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ആൻസർ എത്ര കിട്ടും? 144 ഡിവൈഡ് ബൈ 9 എന്ന് വരുമ്പോൾ 16 വരും കേട്ടോ. അതായത് 5ാമത്തെ പദം നമുക്ക് എത്ര കിട്ടി? 16 എന്ന് വന്നു, 16 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ 8th ടേം എന്ന് ചോദിച്ചിട്ടുണ്ട്. 8th ടേം ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 9 ടേമിന്റെയാണ് 144, അത് കഴിഞ്ഞ് വരുന്ന 6 ടേമിന്റെയാണ് 231 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 9 ടേം കഴിഞ്ഞു. ആദ്യത്തെ 9 ടേം 144 ആണ്. അത് കഴിഞ്ഞു വരുന്ന 6 ടേം അതാണ് 231 എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം 9 ടേമിന്റെ തുകയുണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞു വരുന്ന 6 ടേമിന്റെ തുകയും. അപ്പൊ ടോട്ടൽ എത്ര ടേം ഉണ്ട് ഇവിടെ? എത്ര ടേം ഉണ്ടായിരിക്കും ഇവിടെ? 9 വാരം 15 ടേമില്ലേ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 15 ടേം ഉണ്ട്. അപ്പൊ ആ 15 ടേമിന്റെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് അല്ലേ, സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഇല്ലേ? സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനോട് ആഡ് ചെയ്താൽ മതിയല്ലോ. 144 പ്ലസ് 231 ഇല്ലേ? അപ്പൊ എത്ര വരും? 375 എന്ന് വരും. സം ഓഫ് ആദ്യത്തെ 15 പദങ്ങളുടെ തുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ 15 പദങ്ങളാവുകയാണെന്നുണ്ടെങ്കിൽ 8th ടേം, 15 പദങ്ങളാവുകയാണെങ്കിൽ 8th ടേം എന്തായിട്ട് വരും? മിഡിൽ ടേം ആയിട്ട് വരുമല്ലേ? 15 പദങ്ങളുടെ കേസിൽ 8th ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് മിഡിൽ ടേം ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം x8 ഈസ് ഈക്വൽ ടു സം എത്രയാണ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് 375 ആണ്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 15 ആണ്. അപ്പം ഇത് ഡിവൈഡ് ചെയ്യുക. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 25 ആണ്. അപ്പം 8th ടേമും കിട്ടി. 5th ടേം എത്രയാണ് കിട്ടിയത്? 5th ടേം നമുക്ക് 16 ഇവിടെ കിട്ടി. ദെൻ 8ാമത്തെ പദം എന്ന് പറഞ്ഞിരിക്കുന്നത് 25 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. 8ാം പദവും ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 5ാം പദവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ 5ാം പദം ഇതാണ്, 8ാം പദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുമാണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെയായിരിക്കാം? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇല്ലേ? ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 25 മൈനസ് 16 ഇല്ലേ? ഡിവൈഡ് ബൈ
പൊസിഷൻ എത്രയാണ് 8 മൈനസ് 5 വരും ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 16 എന്ന് പറയുമ്പോൾ 9 വരും. 9/3 എന്ന് വരും, അതായത് 3 എന്ന് വരും ഇല്ലേ. കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടി. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 3 എന്നും കിട്ടി. മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താണ്? ഡി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, ബീജഗണിത രൂപം. അപ്പം ബീജഗണിത രൂപം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോമൺ ഡിഫറൻസ് നമുക്ക് 3 കിട്ടി. ദെൻ 5th ടേം 16 ആണ്, 8th ടേം 25 ആണ്. ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ്? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേം കിട്ടിയിട്ടില്ല, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ടേം എഫ് എന്ന് പറഞ്ഞിരിക്കും, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ x1 അല്ലേ, x1 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 5th ടേമിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലേ. അപ്പൊ എങ്ങനെയാണ്? x1 കണ്ടുപിടിക്കാം. x5 മൈനസ് 4d ഇല്ലേ, ഇത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5th ടേം 16 ആണ്, 16 മൈനസ് 4 ഇൻറ്റു ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 3 ആണ്. അപ്പൊ എത്ര വരും? 16 മൈനസ് 12 എന്ന് വരും ഇല്ലേ. അപ്പൊ എത്രയാണ്? 4 വന്നു. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 വന്നു അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാലോ. എങ്ങനെയാണ്? x1 ഈസ് ഈക്വൽ ടു ഡി എത്രയാണ്? 3 ആണ് അല്ലേ. 3n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 4 ആണ്. 4 മൈനസ് ഡി 3 ആണ് അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 3n പ്ലസ് 1 എന്ന് വരും. മനസ്സിലായല്ലോ. xn കേട്ടോ, xn കേട്ടോ. അപ്പം നമുക്ക് ഓൾജിബ്രായിക് ഫോം ഇവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. അത് നോക്കിയേ. ദ പിക്ചർ ഷോസ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓൾ 4 വെർട്ടിസസ് ഓൺ എ സർക്കിൾ ആൻഡ് ഇറ്റ്സ് ഡയഗണൽസ്. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ആൻഡ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ്. ഏതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അത് എല്ലാ വെർട്ടിസസും എങ്ങനെ സർക്കിളിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയഗണൽ ഉണ്ടല്ലോ, ഓരോ ഡയഗണലും ഉണ്ട്, ഡയഗണലിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. അതുപോലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇതിന് A, B, C, D എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3 ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് 50 ഉണ്ട്, 45 ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾ, അതായത് നോക്കുക, ട്രയാങ്കിൾ ADC നോക്കുക. ട്രയാങ്കിൾ ADC, ADCയിലെ ആംഗിൾ A ഇവിടെ തന്നിട്ടുണ്ട്, 50 ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ A 50 തന്നിട്ടുണ്ട്. ആംഗിൾ ഡിയുടെ പകുതി ഉണ്ട് അല്ലേ, 30 തന്നിട്ടുണ്ട്. ആംഗിൾ സി ഇവിടെ 45 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ കൂടുമ്പോൾ ട്രയാങ്കിളിന്റെ കേസിലെ ടോട്ടൽ ആംഗിൾ എത്ര വേണം? 180 വരണം. അപ്പൊ സപ്പോസ് ഞാൻ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ചെറിയ ആംഗിൾ, അതായത് ഇതിനെ ഞാൻ എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, ടോട്ടൽ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര വേണം? 180 വരണം. അതായത് ആംഗിൾ ഇതാ നോക്കോട്ടെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്ര വേണം? 180 വരണം. മനസ്സിലായല്ലോ. ആംഗിൾ എ എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്? 50 ആണ്. ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ 2 എണ്ണം വരും, അതായത് 30 പ്ലസ് എക്സും കൂടെ വരും. 30 പ്ലസ് എക്സ് പ്ലസ് ആംഗിൾ സി എത്രയാണ്? 45 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് വരും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 125 വരും കേട്ടോ. 125 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 എന്ന് വരും. ഓർ എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 125, ദാറ്റ് ഈസ് ഈക്വൽ ടു 55 എന്ന് വരും. 55 ഡിഗ്രി. അതായത് എക്സ് എന്ന് പറഞ്ഞത് ഈ ആംഗിൾ അല്ലേ, എക്സ് എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 55 ഡിഗ്രിന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ ആംഗിൾ ഡി നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആംഗിൾ ഡി അവിടെ കിട്ടും. ടോട്ടൽ ആംഗിൾ നമുക്ക് അവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ബാക്കി ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോ ആർക്ക് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഞാൻ നോക്കിയേ, ഈ എ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക് കൺസിഡർ ചെയ്തു. എ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക് കൺസിഡർ ചെയ്തു. ഞാൻ ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ ഏതാണ്? ഏത് ആംഗിൾ വരും? ഈ ഒരു ആംഗിൾ അല്ലേ. അതായത് ആംഗിൾ ഏതാണ്? ACD. ആംഗിൾ ACD ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആർക്കിന്റെ അല്ലേ, ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളാണ് ഈ സി എന്ന് പറഞ്ഞത്. അപ്പം ACD നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 45 ആണെന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ ഇതേ ആർക്കിൽ വരുന്ന മറ്റൊരു ആംഗിൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ. അതായത് AD. ഈ AD എന്ന് വെച്ചാൽ 2 പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ ആ എയിലും ഡിയിലും അവസാനിക്കുന്ന ഏതെങ്കിലും ആംഗിൾ ഉണ്ടോന്ന് നോക്കിയേ. ഏതിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിയിലും അവസാനിക്കുന്നതാ നോക്കിയേ. ഈ ആംഗിൾ വരുമല്ലേ, എയിൽ തുടങ്ങി അല്ലേ. ഏതാ നോക്കുക, ആംഗിൾ ABD അല്ലേ. ഇതാ നോക്കിയേ, ABD. ഈ ആർക്കിന്റെ തന്നെ ആംഗിൾ അല്ലേ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 45 ആണ്, ഇതും എത്ര തന്നെയായിരിക്കും? 45 തന്നെയായിരിക്കും. അതും അപ്പൊ നമുക്ക് എത്ര എഴുതാം? 45 ഡിഗ്രി എന്ന് എഴുതാം. അതായത് ഈ ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടി 45 ഡിഗ്രി.
അതായത് എയിൽ തുടങ്ങി ഡിയിൽ അവസാനിച്ച രണ്ട് ആംഗിൾ അല്ലേ, ആ ആർക്കിൽ വരുന്ന എ ഡിയിലുള്ള ആ ആർക്കിൽ വരുന്ന എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന രണ്ട് ആംഗിളും നമുക്ക് ഇവിടെ കിട്ടി, എ ബി ഡിയും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആർക്ക് നോക്കാം. അടുത്ത ആർക്ക് നോക്കിയതാ, ഈ ആർക്ക് നോക്കിയതാ ഇത് കേട്ടോ, എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക് കേട്ടോ. എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആർക്ക് നോക്കിയേ, ഈ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ വരുന്നത് നോക്കിയേ, എ ഏതാണ് വരുന്നത്, എ ഡി ബി എന്നാ നോക്കൂ കേട്ടോ. ആംഗിൾ എ ഡി ബി, അതായത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ വന്നു ഇല്ലേ, അവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ഡി ആണ് ഇവിടുത്തെ ആംഗിൾ. അപ്പൊ അത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 30 ആണ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്ന വേറെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് നോക്കിയേ. എയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ വരണം. ഏതൊക്കെയാണ്, ഇതാ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇല്ല ഇതില്ലേ, അതായത് ആംഗിൾ ഞാൻ നോക്കുക എ സി ബി അല്ലേ, എയിൽ സ്റ്റാർട്ട് ചെയ്തു ഇതാ സി ബിയിലും വന്നു. അപ്പൊ എങ്ങനെയാണ്, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ, ഇതാ ഈ ആംഗിളും സെയിം മാർക്കിൽ വന്ന ആംഗിൾ അല്ലേ, സെയിം സെഗ്മെന്റിൽ വന്ന ആംഗിൾ അല്ല. അപ്പൊ എന്താ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ എത്രയാണ്, അത് 30 ഡിഗ്രി ആണ്. അപ്പൊ ഇത് നമുക്ക് അവിടെ കിട്ടി 30 ഡിഗ്രി. മനസ്സിലായല്ലോ. ഇനി അടുത്ത ആർക്ക് നോക്കാം കേട്ടോ. അതായത് നോക്കിയാൽ ഈ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക്, ബി സി എന്ന് പറയുന്ന ആർക്കിൽ നോക്കുക, ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ അവസാനിക്കുന്ന ആംഗിൾ ആണെന്ന് നോക്കിയാൽ ഇതാ ബി ഡി സി അല്ലേ, നോക്കുക കേട്ടോ, ബി ഡി സി. ബിയിൽ സ്റ്റാർട്ട് ചെയ്തു സിയിൽ അവസാനിച്ചു. അപ്പൊ അവിടുത്തെ ആംഗിൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു എത്രയാണ്, 55 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 55 എന്ന് തോന്നുന്നു. ക്ലിയർ ആയല്ലോ. ഇനി അതുപോലെ വേറെ ആംഗിൾ ഉണ്ടോ നോക്കിയാൽ, ബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സിയിൽ അവസാനിക്കുന്ന നോക്കിയാൽ, ബിയിൽ സ്റ്റാർട്ട് ചെയ്തു സിയിൽ അവസാനിക്കുന്ന നോക്കിയത് ഈ ആംഗിൾ വരികയല്ലേ, അതായത് ആംഗിൾ ബി എ സി നോക്കുക കേട്ടോ. ബിയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പോയിട്ട് ഇതാ സെയിം ഇല്ലേ, സെയിം ആർക്കിൽ തന്നെ വരുന്ന ആംഗിൾ ഇല്ലേ, അതായത് സെയിം ആർക്കാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ അത് ഇതാണ് അല്ലേ, ബി എ സി ആണ്. അപ്പൊ ബി എ സി എത്ര തന്നെ വരും, 55 ഡിഗ്രി തന്നെ വരും. മനസ്സിലായല്ലോ. അപ്പൊ ഇതും നമുക്ക് അവിടെ കിട്ടി 55 എന്ന് കിട്ടി. ഇനി അടുത്ത ആർക്ക് ഈ ആർക്ക് കൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. അതാ നോക്കിയാൽ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്ക്, അതായത് ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ അവസാനിക്കുന്ന ആംഗിൾ നോക്കിയേ, ഡിയിൽ സ്റ്റാർട്ട് ചെയ്താ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡി എ സി നോക്കാം, ഡി എ സി ഇല്ലേ, അതെ ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു ദാ എയിൽ വന്നു സിയിൽ വന്നു ഇല്ലേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് എത്രയാണ്, 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡിയിൽ സ്റ്റാർട്ട് ചെയ്ത് സിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ നോക്കിയേ, ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു അതേ നോക്കിയേ, ഡി ബി സി ഇല്ലേ, നോക്കുക ഡി ബി സിയും ഇതുപോലെ തന്നെ അല്ലേ, ഡിയിൽ സ്റ്റാർട്ട് ചെയ്തു ബിയിൽ വന്ന് സിയിൽ അവസാനിക്കുന്ന ആംഗിൾ. അപ്പൊ ദാ ഈ ആംഗിൾ അതെന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും, ഇത് തന്നെയല്ലേ, 50 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ, ഇതാ ഇത് 50 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്, ഡയഗണൽസിന്റെ ഇടയിലുള്ള എല്ലാ ആംഗിളും കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ആംഗിളും കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ എ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ടോട്ടൽ വരും അല്ലേ, ആംഗിൾ എ എന്ന് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ വരും. ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, 50 പ്ലസ് 55 അപ്പൊ എത്ര വരും, 105 എന്ന് വരും അല്ലേ, 105 ഡിഗ്രി. മനസ്സിലായല്ലോ. ഇനി ആംഗിൾ ബി നോക്കിയേ, ആംഗിൾ ബി ഇതാ ഇത് ടോട്ടൽ ഇത് ഫുള്ള് വരും. അതെത്രയാണ്, 45 അല്ലേ, 45 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 95 ഡിഗ്രി എന്ന് വരും അല്ലേ. ആംഗിൾ ബി എത്രയാണ്, 95 ഡിഗ്രി എന്ന് വന്നു. ഇനി ആംഗിൾ സി ഇവിടെ എത്ര വരും, 30 പ്ലസ് അല്ലേ, 30 പ്ലസ് 45 എത്രയാണ് വരുന്നത്, 75 അല്ലേ, 75 ഡിഗ്രി എന്ന് വന്നു. ഇനി ആംഗിൾ ഡി നോക്കിയേ, ആംഗിൾ ഡി എത്രയാണ്, 30 അല്ലേ, 30 പ്ലസ് 55 വരും, 30 പ്ലസ് 55 എത്രയാണ്, 85 വരും അല്ലേ, 85 ഡിഗ്രി. ക്ലിയർ ആയല്ലോ. അപ്പം എല്ലാ ആംഗിൾസും കിട്ടി. അപ്പൊ നമുക്ക് ഒരേ ആർക്കിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആർക്കുണ്ടല്ലോ, അപ്പൊ അതിൽ എൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ നോക്കി വെച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ with all 3 vertices on a circle and one of the vertices joined to the center of the circle. Prove that x plus y is equal to 90 degree. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താണ് പിക്ചർ, ട്രയാങ്കിൾ ആണല്ലേ, എല്ലാ വെർട്ടിസസും സർക്കിളിലും ഉണ്ട്. അതിൽ ഒരു വെർട്ടിസസ് എങ്ങനെയാണ്, സെന്റർ കേട്ടോ, സെന്ററിലേക്ക് വന്നിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, തെളിയിക്കേണ്ടത് എന്താണ്, എക്സ് പ്ലസ് വൈ ഇതാ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് എക്സ്, അതും ഈ ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടുമെന്ന്
പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ നോക്കിയാൽ ഞാനൊരു പേര് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ്. മനസ്സിലായല്ലോ? അതായത് സെന്റർ കേട്ടോ, ഒ ആണ് സെന്റർ. ഞാൻ നോക്കിയാൽ ഈ സെന്ററിൽ നിന്ന് സിയിലേക്ക് കേട്ടോ, സെന്ററിൽ നിന്ന് സിയിലേക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. സെന്ററിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെ വരച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്കറിയാം ഇത് എക്സ് ആണ്. അപ്പൊ അത് ഇവിടുത്തെ ആംഗിളും എത്ര തന്നെയായിരിക്കും? അതും എക്സ് തന്നെ ആയിരിക്കും അല്ലേ? അതും എക്സ് തന്നെയായിരിക്കും. അങ്ങനെയാവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ എത്രയായിട്ട് വരും? ടോട്ടൽ 180 ആണ്. അപ്പൊ എങ്ങനെ വരാം? 180 മൈനസ് 180 മൈനസ് എക്സ് പ്ലസ് എക്സ് വരും, 2x എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അതുപോലെ തന്നെ ആംഗിൾ സിയും എങ്ങനെയായിരിക്കും? എക്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിട്ട് വരും? 180 മൈനസ് എക്സ് പ്ലസ് എക്സ് അല്ലേ? 180 മൈനസ് എക്സ് പ്ലസ് എക്സ് വരും. ദാറ്റ് ഈസ് 180 മൈനസ് 2x എന്ന് വരും. ഇത് ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 180 മൈനസ് 2x എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പൊ അത് നോക്കിയേ, ഈ ആർക്ക് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ എ സി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കുണ്ടല്ലോ, ഈ എ സി എന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കിലെ സെൻട്രൽ ആംഗിൾ അല്ല ഇത് എ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? പറഞ്ഞു എ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എ സി എന്ന് പറയുന്ന ആംഗിലെ സെൻട്രൽ ആംഗിൾ ആണ്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ ഈ വൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വൈ ഇല്ലേ, ഈ വൈയുടെ ഇരട്ടി ആയിരിക്കുമല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ല? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതായത് 180 മൈനസ് 2x എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 2y എന്ന് എഴുതാമല്ലോ. 180 മൈനസ് 2x ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2y എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത്? അതായത് സെൻട്രൽ ആംഗിൾ ആണ്, ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വൈ ആവുകയാണെന്നാണ്, ഇത് വൈ ആണ്. അപ്പൊ ഇതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലോ, അതായത് 2y ആയിരിക്കുമല്ലോ ഇതെന്ന് പറഞ്ഞത്. 180 മൈനസ് 2x എന്ന് പറയുന്നത് 2y ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഞാൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. അതായത് 180 ഈസ് ഈക്വൽ ടു അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ 2x പ്ലസ് 2y എന്ന് എഴുതി അല്ലേ? ദെൻ ഓർ 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതി. 2 കോമൺ ആയിട്ട് ഞാൻ വെളിയിലെടുത്തു. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതി. ഓർ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ബൈ 2 എത്ര വരും? 90 വരും. പ്രൂവ് ചെയ്തല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90 എന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിങ്ങനെ തന്നെ എഴുതുക കേട്ടോ. ഓരോ ആംഗിളും നമ്മൾ വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്ത് ഓയിൽ നിന്ന് സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ചു, അതായത് ജോയിൻ ചെയ്ത് ജോയിൻ ഒ സി എന്ന് പറഞ്ഞു. ദെൻ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 180 മൈനസ് 2x കിട്ടി. ആ 180 മൈനസ് 2x 2y ഈക്വൽ ആണ് അല്ലേ? അത് എഴുതി. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം എഴുതി തന്നെ പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ലോണം പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക്